guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കോഴ്സാണ് BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ എന്തുകൊണ്ട് കർണാടകയിൽ പഠിക്കണം, അതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കർണാടകയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാതെ കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് കർണാടകയിൽ പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ വാട്സപ്പ് ചാനൽ ത്രൂ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ട് കർണാടകയിൽ ഈ ഒരു കോഴ്സ് പഠിക്കണം? BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകളുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് അത്രയധികം ഡിമാൻഡുള്ള ഹൈ പെയ്ഡ് സാലറി നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇത്. ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത് വളരെ മികച്ച ക്യാമ്പസുകളിൽ, അതായത് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും തരുന്ന ഒരു ക്യാമ്പസിലല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിനെ വളരെ ബാധിക്കും. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, 3D പ്രിന്റിംഗ് ഇതൊക്കെ ഒരുപാട് നമ്മുടെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലോ, അതായത് ഇനിയുള്ളൊരു കാലം ഭരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അത് നമ്മുടെ കാലങ്ങളോളം പോകും തോറും ഈ ഒരു കോഴ്സിൻ്റെ ഡിമാൻഡും കൂടിക്കൊണ്ടേയിരിക്കും. അതിന് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ മികച്ചൊരു കരിയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ആ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഇനി അവർക്ക് സ്വന്തമായി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുമായി പാർട്ട്നേർഡ് ആണോ എന്നെല്ലാം നിങ്ങൾ ഉറപ്പിക്കണം. ഇതൊരു 4 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ +2 ബയോളജി സയൻസ് എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ 50% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് 3 വർഷത്തെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടാനും അതിനുശേഷം 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ലഭിച്ച് മൊത്തം ഒരു 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഡിപ്ലോമയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ +2 സയൻസ് എടുത്തില്ല, മറ്റ് സ്ട്രീം ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ആപ്ലിക്കബിൾ ആണ്. അതായത് ഏത് സ്ട്രീം ആയിരുന്നിരുന്നാലും 50% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഡിപ്ലോമ ലെവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ലാറ്ററൽ എൻട്രിയിലൂടെ 2 വർഷത്തെ BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി പഠിച്ച് നിങ്ങൾക്കൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ നേടാവുന്നതുമാണ്. പക്ഷേ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഒരു 3-4 വർഷം ഈ ഒരു കോഴ്സിനെ മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കരിയർ ഗ്രോത്ത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസ് ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഉറപ്പായും കേരളത്തിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ കേരളത്തിലെ സീറ്റ്സ് ലിമിറ്റ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 75 മുതൽ 95 സീറ്റ്സ് അവൈലബിലിറ്റി മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അവിടെ ലഭിക്കുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള കോമ്പറ്റീഷനും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതും ഇനി കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോളേജസ് അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ്. അതും ആകെ 75 സീറ്റ് മാത്രമാണ് കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന കോളേജസിൽ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ 75 സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ഇനി ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കോളേജുകളിൽ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് കേരളത്തിലുള്ളൂ. അത് കൊച്ചി അമൃതയിലാണ്. കേരളത്തിലെ കൊച്ചി അമൃത, അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൊച്ചി അമൃതയിലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കുന്നത്. പക്ഷെ അവിടെയും 20 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 75 മുതൽ 95 വരെയുള്ള സീറ്റ് അവൈലബിലിറ്റിയിലേക്ക് അത് ചുരുങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അക്കാഡമിക് എക്സലൻസ് ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു കോഴ്സ് ലഭിക്കാതെ പോകുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല എന്നുള്ളതല്ല, സീറ്റ് അവൈലബിലിറ്റി കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ
നിങ്ങൾ ഒരിക്കലും വിഷമിച്ച് പിന്തിരിയേണ്ട കാര്യമില്ല. ഇവിടെ കർണാടകയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ നമ്മൾ നാട് വിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ബാംഗ്ലൂർ, മൈസൂർ പോലെയുള്ള സിറ്റികളിൽ ഇതെല്ലാം നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സസ് പഠിക്കാൻ പറ്റുന്ന ടോപ്പ് സിറ്റീസ് ആണ്. എന്തുകൊണ്ട്? കാരണം അത്രയും മികച്ച ഹോസ്പിറ്റൽസ്, ബ്രാൻഡ് വാല്യൂ ഉള്ള ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ എക്സ്പോഷർ, പ്രാക്ടിക്കൽ നോളജ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, തിയററ്റിക്കൽ എക്സ്പീരിയൻസ്, പിന്നെ എക്സ്പീരിയൻസ് ഫാക്കൾട്ടീസ് എടുക്കുന്ന ക്ലാസ്സുകൾ, എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന വർക്ക്ഷോപ്സ്, കോൺഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ട്രസ്റ്റ് മീ, ഇതെല്ലാം നിങ്ങൾക്ക് കർണാടകയിൽ ലഭിക്കും. കാരണം ഇവിടുത്തെ എല്ലാ ക്യാമ്പസുകളും നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളാണ്. മാത്രമല്ല, ഒന്നുകിൽ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ സ്വന്തമായ ഹോസ്പിറ്റൽസോ, ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള മറ്റ് ക്യാമ്പസുകളുടെ ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡ് ആയിട്ടുള്ളവരോ ആണ് ഇവർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് വളരെ മികച്ചതായി തന്നെ ലഭിക്കും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, 3 വർഷത്തെ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഡയറക്റ്റ് പോകുന്നത് 1 വർഷത്തെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണെങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ അത് വളരെയധികം മികച്ചതാക്കും. ഇനി നിങ്ങൾ ഇന്ത്യക്ക് അകത്തായാലും പുറത്തായാലും ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അത്രയധികം കിട്ടണം. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കർണാടകയിലുള്ള എല്ലാ കോളേജസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർ അതായത് പുറത്തുള്ള ഇന്റർനാഷണൽ കോളേജസ് അല്ലെങ്കിൽ റിസർച്ച് സെന്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഹോസ്പിറ്റൽസുകളുമായിട്ട് പാർട്ട്നേർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ മികച്ച സാലറിയിൽ നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലി സ്വന്തമാക്കാനായിട്ട് ഇവിടെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾ കർണാടകയിൽ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി കുറച്ചുകൂടി എൻഹാൻസ് ആകാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി കൂടുകയാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മറ്റു കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അങ്ങനെ ഫുൾ ഒരു കൾച്ചർ മിങ്കിൾഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജിൽ പെട്ടവരായിരുന്നാൽ കൂടി നിങ്ങൾക്ക് പല രീതിയിലുള്ള ലാംഗ്വേജസ് അറിയാനായിട്ട് സാധിക്കുന്നു. അത് നിങ്ങൾ പുറത്തു പോയി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും വർക്ക് ചെയ്യുമ്പോൾ അതൊരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് BSc റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, അത് മാത്രമല്ല ഏതൊരു മെഡിക്കൽ കോഴ്സ് ആയിരുന്നിരുന്നാലും അത് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഉടനെ തന്നെ കർണാടകയിലെ ടോപ്പ് കോളേജസുകളിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാൻ നോക്കുക. അതിനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ നൽകുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനൽ ത്രൂ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്.